ഹലോ, ഞാൻ സുനി സജി രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ. എല്ലാവരും യേശുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കളെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമീൻ. ഈ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളെ പെട്ടെന്ന് പേടിച്ചു, ഞാൻ ഹിന്ദു അല്ലേ, എനിക്ക് ദൈവമുണ്ട്, ഞാൻ മുസ്ലിം അല്ല, ദൈവമുണ്ട്, അങ്ങനെയൊന്നും ഓർക്കരുത് കേട്ടോ. ക്രിസ്ത്യാനി അല്ല യേശുവിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊണ്ട മനുഷ്യനായി തീരുമെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാകാനും നമ്മൾ വന്ന ദൈവത്തിന് എന്താണ് നമ്മളെപ്പറ്റി ആഗ്രഹം, നമ്മൾ ആ വഴിക്ക് തിരിച്ചു ചെല്ലാനും ഉള്ളത് വഴി പറഞ്ഞുതരാം. ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് ലോകത്തിൻ്റെ മുമ്പാകെ തൻ്റെ ഇടത്തോടുകൂടി നിന്ന് ഉള്ള ഒരേ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തേട്ടുള്ള വഴി പറഞ്ഞു തരാൻ ഒരേ ഒരു ആളെ പറഞ്ഞിട്ടുള്ളൂ, അതാണ് യേശു ക്രിസ്തു. വേറെ ആരും പറഞ്ഞിട്ടില്ല. ദൈവത്തേട്ട് ചെല്ലാനുള്ള വഴി ദൈവത്തിൻ്റെ വചനം പാലിക്കുക എന്നാണ്. യേശു എന്ന് പറയുന്നത് വചനമാണ്. യേശുവിൻ്റെ ഒരു രൂപമില്ലായിരുന്നു കേട്ടോ. ഡാവിജിയൊക്കെ ഒരാളെ ഇരുത്തി വരച്ചതാണ്, അല്ലാണ്ട് യേശുവിൻ്റെ രൂപം ബൈബിളിൽ ഒരിടത്തും കൊടുത്തിട്ടില്ല. അന്നത്തെ കാലത്ത് എത്ര മനോഹരമായിട്ടത് ശ്രദ്ധിച്ചു എന്ന് നോക്കി. ദൈവം രൂപം ഉണ്ടാക്കി, രൂപത്തിന് മുമ്പിൽ ഇരിക്കാണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ മുഖാന്തരം സകലത് ഉളവായി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വചനമായിട്ട് വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതി കാണിക്കും. പിന്നെയാണ് നമ്മൾ ഇങ്ങനെ നമുക്കൊരു രൂപം വേണം. എനിക്കൊക്കെ ആയിരുന്നു പണ്ട് പ്രാർത്ഥിക്കാൻ യേശുവിൻ്റെ രൂപം വേണമായിരുന്നു. യേശുവിൻ്റെ രൂപം വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മുട്ടും തലയിലേക്ക്. യേശു അപ്പോൾ എനിക്ക് ഇങ്ങനെ രൂപം വന്നില്ല, ഇങ്ങനെ ഭയങ്കര വിഷമത്തിലാണ്. പക്ഷേ അപ്പോൾ ഞാൻ കേട്ട മധുരമായ ശബ്ദം, എനിക്ക് രൂപമില്ല, ഞാൻ വചനമാണ്. പക്ഷെ അന്ന് ഞാൻ വലിയ പ്രാർത്ഥനക്കാരിയല്ലായിരുന്നു. പക്ഷെ പിന്നീട് വായിച്ചപ്പോഴാണ് ഞാൻ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നത്, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം വചനമാണ്. നമുക്കൊരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ഇരമ്യാവ് 15:16. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ആമീൻ. ഞാനിപ്പോൾ ഒരു ദിവസം വിഷമിച്ച് സങ്കടപ്പെട്ടൊരു ചീത്ത സ്വപ്നം കണ്ടു. ഭയങ്കര, എനിക്ക് എൻ്റെ കൊച്ചുങ്ങളെ പറ്റി എന്തോ ചീത്ത സ്വപ്നം. അപ്പോൾ ഭയങ്കര രാത്രി ഞാൻ എഴുന്നേറ്റിരുന്ന് ഭയങ്കര കരച്ചിൽ കയറി കേട്ടോ. അപ്പോൾ ആ സ്വപ്നം അത്ര ചീത്തയായിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ ഒന്ന് ഓർത്തൊക്കെ സങ്കീർത്തനത്തിലാട്ടോ. അത് സങ്കീർത്തനം എത്രയാണെന്ന് ഞാൻ മറന്നു കേട്ടോ. പക്ഷെ വചനം എനിക്കറിയാം. നിൻ്റെ വാതിലിൻ്റെ ഓടാമ്പലുകളെ ബലപ്പെടുത്തി നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിൻ്റെ വാതിലിൻ്റെ ഓടാമ്പൽ ശത്രു തുറക്കാണ്ട് അതിനെ ബലപ്പെടുത്തി അകത്ത് നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അകത്ത്, ആ വീടിൻ്റെ അകത്ത് കയറുക, ആ ദൈവരാജ്യത്തിലാകണം മക്കൾ. ആ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്ന എനിക്ക് വാഗ്ദത്വം നൽകി എന്നെ ആശ്വസിപ്പിച്ചു. പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല. ദൈവം ബൈബിളിൽ കൂടി സംസാരിക്കും കേട്ടോ. വചനം നമ്മളെ ആശ്വസിപ്പിക്കും, നമുക്ക് പ്രത്യാശ നൽകും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനപ്പോൾ ആ വചനം ഓർക്കും. നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എന്നെ അറിയിക്കുക എത്രയും വേണ്ടി. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിൻ്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശു കാത്തുകൊള്ളും. ആമേൻ. അപ്പം ഞാൻ ആ വിഷയങ്ങളെ യേശുവിലേക്ക് പകർന്നിട്ട് സമാധാന സ്വസ്ഥതയിലിരിക്കും. ഒരു ബുദ്ധിമുട്ടോ കലഹമോ ഒക്കെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമെങ്കിൽ അപ്പോൾ സമാധാനത്തിൻ്റെ യേശുവെ, വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചോട്ടിലിട്ട് ചവിട്ടി മെതിക്കണേ. ആമീൻ. അപ്പോൾ ആ കലഹത്തിൻ്റെ പ്രശ്നം യേശുമ്പുരാൻ അവിടെ നീക്കും. യേശുമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടും. അപ്പോൾ നമ്മൾ വചനം എന്ന വാളെടുത്ത് വെട്ടണം പ്രശ്നങ്ങളെ. വചനം കണ്ടെത്തി ഭക്ഷിക്കണം. വചനം എന്ന് പറഞ്ഞാൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ഇല്ല കേട്ടോ. അപ്പോൾ ഹൃദയം എല്ലാറ്റിനേക്കാളും, ഇരമ്യാവ് 7:9 പറയാം, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും ദുഷ്ടതയുള്ളത്. അത് ആരാഞ്ഞറിയുന്നവൻ ദൈവത്തിന് മാത്രമേ ഓരോരുത്തരുടെ ഹൃദയം നോക്കാൻ പറ്റുള്ളൂ. യഹോവയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവർത്തിക്കും ഫലത്തിനും തക്കവണ്ണം കൊടുക്കും. ഹൃദയത്തിന് നോക്കിയാണ് നമുക്ക് അനുഗ്രഹം കിട്ടണം കേട്ടോ. നമ്മൾ പുറമെ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അനുഗ്രഹം കിട്ടണമെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ മാത്രമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമേ ശാശ്വത അനുഗ്രഹമുള്ളൂ. മറ്റേ നമുക്ക് ഉയർച്ച ഒരു മുത്തോന്ന് താഴെയും പോകും കിടക്കണം. നമുക്കങ്ങനെ പോകണ്ടല്ലോ. ശാശ്വതമായ അനുഗ്രഹം വേണ്ടേ? നമ്മുടെ മക്കളൊക്കെ 1000 തലമുറ അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ പുറകെ നമ്മൾ പോയിക്കണം. നമ്മളപ്പം മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കണം,
എന്നെ അനുഗ്രഹിച്ച ദൈവം ഇന്നതാണെന്ന് മക്കളുടെ മക്കളെ നമുക്ക് കാണുന്ന എല്ലാ തലമുറകളിനെ നമ്മൾ ദൈവത്തിനെ ആശ്രയിച്ച് യഹോവയെ ആശ്രയിച്ച് അവൻ്റെ വചനങ്ങളെ പാലിച്ച് നടക്കുന്നവൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവാൻ അവൻ നട്ടിരിക്കുന്ന വൃക്ഷം പോലും ഫലം അത് യഹോവയെ അത് അങ്ങനെ ഒരു തലമുറയാണെങ്കിൽ അവൻ എന്താ യഹോവയിൽ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നതും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നു, ആറ്റിരികെ വേരൂന്നിരിക്കുന്നവയെ വൃക്ഷം പോലെയോ. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കാഴ്ചക്കൊണ്ടിരിക്കും. അപ്പം അതിന് കാലമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക്. ക്ഷാമകാലത്ത് ക്ഷേമത്തോടുകൂടി കൊണ്ടു നടക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ പിന്നെ ഉണ്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ മനോഹരമായ വീഡിയോയിലേക്ക് കിടക്കാം. അത് മുടിയുടെ ഉണ്ട്. അപ്പോൾ മുടിയുടെ കരാട്ടിൻ ആണിപ്പോൾ കൂടുതൽ ചെയ്തേക്കണേ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഒരു മുടിക്ക് കവറിങ്ങേ ഉള്ളൂ. നമ്മൾ കരാട്ടിൻ തേച്ച് പിടിപ്പിക്കുക, അയൺ ചെയ്ത് അതിലേക്ക് പിടിപ്പിക്കുക. അത് 40 വാഷൊക്കെ കഴിയുമ്പോൾ നോർമലാവുക, മുടി കഴിയിപ്പോവും. ഈ ഭയങ്കര ഫ്രസി ഡ്രൈ ആയിട്ടുള്ള ഹെയറൊക്കെ പിന്നെ ഹെയർ ലൈസിങ്ങോ സ്മൂത്തനിങ്ങോ കെമിക്കൽ ഇതിലേക്ക് പോകണ്ട. കരാട്ടിന് എപ്പോഴും ബെറ്റർ. കരാട്ടിൻ ചെയ്യുമ്പോൾ നമുക്ക് ആഫ്റ്റർ കെയറും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാകലായിട്ട് ഒരു വർഷത്തിലൊരിക്കലും പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ വർഷം വരുമ്പോൾ ചെയ്താൽ മതി. കാരണം എല്ലാ മുടിയും ഒരുപോലെ കിടക്കണം. പിന്നെ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കും. മൾട്ടി വിറ്റാമിൻ കഴിച്ചാൽ ഉള്ളിൽ നിന്ന് വന്നത് ഈ D3 കഴിച്ചാലുണ്ടാവും. എനിക്ക് ഈ D3 ഇത്രയും ഇതിൽ പറഞ്ഞിട്ട് എനിക്ക് D3യുടെ കുറവ് കൊണ്ട് ഇപ്പോൾ എപ്പോഴും ആശുപത്രിയിൽ പോയി നേർക്കട്ടെ. അതിപ്പോൾ D3 അടുപ്പിച്ച് കഴിച്ചപ്പോൾ അതിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ മേലുവേദനയൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ D3 നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ഡോസേജൊക്കെ നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു തരും. പിന്നെ മുടി ഊരി അപ്പം നമ്മൾ വിറ്റാമിൻ ഗുളിക കഴിക്കണം. ബയോട്ടിൻ. ഡ്രൈനസ് ഏറ്റവും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലത്തെ ഡ്രൈനസ് മുടിക്ക് വരുമ്പോൾ മുടി പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ വരാണ്ടൊക്കെ നോക്കുക. ഹെൽത്ത് ഇലക്കറി കഴിച്ചാൽ രക്തം ഉണ്ടാകും, ഡ്രൈനസ് മാറും. പച്ചക്കളറുള്ള ഫുഡ് മുടി നിറച്ചുണ്ടാകാൻ സഹായിക്കും, ആരോഗ്യത്തെ ഉണ്ടാക്കും, കണ്ണ് തിളങ്ങും ഇലക്കറിയൊക്കെ കഴിച്ചാലേ. പിന്നെ എന്താ അപ്പോൾ പിന്നെ ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈയും ഹെയർ റിലാക്സിങ്ങും കെമിക്കലാണെങ്കിലും അത് പേസ്റ്റ് പല്ല് തേക്കണ പേസ്റ്റ് കെമിക്കൽ, സോപ്പ് കെമിക്കൽ അത്രയൊക്കെ ഉള്ളൂ. ഒരു പേമ്പോട് ചാവൂലേ. അപ്പം അതും ഇങ്ങനെ നമുക്ക് വെർജിൻ ഹെയർ ഒക്കെ ആണെങ്കിൽ കുറേ നാളതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെയൊക്കെ ഗുണമുണ്ട്. ഇത് പണ്ട് ചെയ്താൽ ഇത് ഇപ്പോഴും ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മുടിക്ക് വേണ്ടത്, അതിന് റേറ്റ് കുറവാണ്. എപ്പോഴും നമ്മൾ പ്യുവറിനല്ല. ഇപ്പോൾ ഇത് സിൽക്ക് ചുരിദാർ പ്യുവർ ആയത് കാരണം ഇതിന് വില കൂടുതലാണ്. സെബി സിൽക്ക് കെമിക്കൽ വരുമല്ലോ, ഇച്ചിരി മിക്സിങ് കയറും, അപ്പോൾ അതിന് വില താഴും. അങ്ങനെയൊക്കെയാണ്. അപ്പം കെമിക്കലില്ലാത്ത കാരണമാണ് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ഏറ്റവും അപ്ഡേറ്റ് സാധനം കേട്ടോ നമ്മൾ ചെയ്യണേ. എല്ലാവരും എന്നെ വിളിച്ചിരിക്കും ബോട്ടോസാണ് നിങ്ങൾ ചെയ്യണം. ബോട്ടോസ് നമ്മൾ കൊറോണയ്ക്കൊക്കെ ഒത്തിരി നാൾ മുമ്പ് ചെയ്യണതാണ്. കൊറോണ കഴിഞ്ഞാൽ പിന്നെ നാനോ പ്ലാസ്റ്റിയ അതിലേക്ക് കയറിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നാനോ പ്ലാസ്റ്റിയെന്ന് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ, അതാണിപ്പോൾ. ഇത് അല്ലാണ്ട് അടുത്ത് ഇറങ്ങുമ്പോൾ അത് നമ്മൾ ചെയ്ത് തുടങ്ങും. നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം, എപ്പോഴും നല്ല. അപ്പോൾ 4 മണിക്കൂർ വേണ്ടോ ചെയ്യാൻ. അപ്പോൾ 10 മണിക്ക് വന്നാൽ 2 മണിയാകുമ്പോൾ കഴിയും. ഒരു 1 മണിക്ക് മുമ്പെങ്കിലും എത്തുവാണെങ്കിലാണ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വൈകുന്നേരത്തെ പോയി കുടുംബത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ സൺഡേ ഇല്ല, സൺഡേ മേക്കപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളവരെല്ലാം പോരെ. വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ സ്റ്റാഫുണ്ട് നമുക്ക്. വിളിച്ചിട്ട് വരുന്നവർ വലിയ സൗകര്യം. അപ്പോൾ ഇനി വീഡിയോസ് കണ്ടാലോ. ശരിയെന്ന്. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. നമ്മുടെ 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തതാ. കൊച്ചിവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. കൊച്ചപ്പോൾ ആഫ്റ്റർ കെയർ ഒക്കെ കൊണ്ടുപോയി തീർന്നിട്ട് പിന്നെ കൊച്ച് ആഫ്റ്റർ കെയറും വിറ്റാമിൻ ഗുളിയും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആ ചേഞ്ചും ഒക്കെ പണ്ട് കൊച്ചിൻ്റെ മുടിയുടെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ മൊത്തം നിറച്ച് മുടിയുണ്ട്. ഒത്തിരി കിളുത്തും വന്നിട്ടുണ്ട്, നിറച്ച് കിളുത്തും വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഡ്രൈയാണ്. അത് ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് ഞാൻ അപ്പം ചോദിച്ചു, എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി അത് ഡ്രൈനസ് ഒന്നും ഇല്ലാണ്ട് എല്ലാവരും പോകുന്നത് ഭയങ്കര സിൽക്കി ആയിട്ട്. അത് മസ്റ്റാണ്. പിന്നെ മൾട്ടി വിറ്റാമിൻ മസ്റ്റാണ്. ഇത് D3 ഒന്നും ഇല്ലാത്ത നാട്ടിൽ അതൊന്നും കഴിക്കണില്ല. അപ്പോൾ ഞാൻ പോയി പരിശോധിക്കാൻ പറ്റുന്നുണ്ട്. മിക്കവാറും D3 വല്ല 10 താഴേക്ക് ആയിരിക്കും. അത് നമ്മൾ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ടേ എല്ലാവരും എന്ത് പ്രസംഗമാണ് D3നെ പറ്റി. എന്നിട്ട് എനിക്കതില്ല. എനിക്കിപ്പോൾ കൂടിയ ഡോസ് തന്നുകൊണ്ടിരിക്കുക.
അതാ എപ്പോഴും നീർക്കെട്ട് കയറുന്നത്. ഹീമോഗ്ലോബിനൊക്കെ ഇപ്പൊ അത് കഴിച്ചു തുടങ്ങിയ പിന്നെ 13 ചരിത്ര സംഭവം, അത്രയൊന്നും കൂടിയിട്ടില്ല ജീവിതത്തില്. അപ്പോ ഇത് കണ്ടല്ലോ. അപ്പൊ ഇതിനി കൊച്ചി തോണൻ എന്റെ നിർബന്ധത്തിന് വഴങ്ങി കരാട്ടിൻ ചെയ്യാൻ പോവാ കേട്ടോ. കരാട്ടിന് അവിടെ ചെന്നാല് തണുപ്പത്തെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അല്ലേ ഇപ്പൊ തല വീഴും. ഒരു ദിവസമൊക്കെ കഴിയാലും മതി, 2 ദിവസം ചെയ്യാതെ. അപ്പൊ ഒത്തിരി വാഷുമില്ല, 40 വാഷം അവരുടെ വാഗ്ദാനം. പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡ്രൈനസും ഫ്രഷ്നസും ഒക്കെ മാറും. പിന്നെ ഉള്ളിൽ നമ്മൾ സോഫ്റ്റ് ആക്കണമെന്നേ. പുറമേ ഉള്ളത് ഇതുകൊണ്ട് എല്ലാം ശരിയാകും സിറോക്കെ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ഉള്ളു മോയ്സ്ചറൈസിങ് ആക്കാൻ നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. അതിന് മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കാണ്ട് എങ്ങനെയാണെങ്കിൽ നമ്മൾ ഫുഡിൽ നിന്നായാലും D3 അങ്ങനെ നടക്കൂല. കുറച്ച് ഇതുകൂടെ സപ്ലൈ ചെയ്യണം, സപ്ലിമെന്റ് എടുക്കാണ്ട് പറ്റൂല. അപ്പോൾ യേശുവിന്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്. ഞാനിങ്ങനെ പേര് പറയണതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കരാട്ടിനെ ചെയ്ത കരാട്ടിന് ഒത്തിരി കമ്പനിയുടെ ഉണ്ട്. അത് ഈ കമ്പനിയിൽ നിന്ന് അടിച്ചു നോക്കുക. ഏറ്റവും അപ്ഡേറ്റ്, ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്കത് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അറിയാം. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കരാട്ടിനിൽ തന്നെ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാൻ ഏറ്റവും അപ്ഡേറ്റാണ്. അപ്പോൾ നല്ല റിസൾട്ട് അല്ലേ. ഈ മോക്കടെ ഇതിങ്ങനെ പൊട്ടൽ കണ്ടമാനായിട്ടാണ്. ഒത്തിരി മുടി തലേന്നൊക്കെ കെടുത്ത് വന്നിട്ടുണ്ട്. അത് ഇത്രയൊക്കെ നീളമുള്ളൂ വിറ്റതിന്. അപ്പോൾ ഇനിയിപ്പോൾ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സൂപ്പർ ആകുമായിരിക്കും. ഭയങ്കര ഡ്രൈ ആകും. പണ്ട് ഒത്തിരി ചുരുണ്ടാർന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ തവണ അത്ര ചുരുണ്ടിട്ടില്ല. പക്ഷേ ഒത്തിരി പൊട്ടി കിടക്കണം. ആഫ്റ്റർ കെയർ യൂസ് ചെയ്തില്ല, മൾട്ടി വിറ്റാമിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോദ്യം ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ഇത്രയും നേരം ഈ 3-4 മണിക്കൂർ ഇത് എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. കൊച്ചൻ്റെ ഉപദേശം കേട്ട് മടുത്ത് കാണും. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. D3 ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യുള്ളവരെല്ലാം ഇതൊക്കെ ചെയ്തിട്ട് കരാട്ടിന് ഇപ്പം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് എന്നോർത്തോണ്ട് ഹെയർ ലാക്സിങ്ങും ഇങ്ങനെ പെർമനന്റ് ബ്ലോട്ടറേയും മോശമാണെന്ന് കേട്ടോ. അതിങ്ങനെ കെമിക്കൽ എന്ന് പറഞ്ഞാൽ പേസ്റ്റിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. ചാർജും കുറവാണ്. ഇതിന് ചാർജ് കൂടുന്ന ഇതിൻ്റെ പ്രൊഡക്റ്റിന് ചാർജ് കൂടുതലായിട്ടാണ്. 4 മണിക്കൂർ വേണ്ട ഇത് ചെയ്യാൻ. ഞായറാഴ്ചയില്ല, ബാക്കിയുള്ള ദിവസം 1 മണിക്ക് മുമ്പെങ്കിലും എത്തണം കേട്ടോ. 10 മണിക്ക് വന്നാൽ പെട്ടെന്ന് തീരും കേട്ടോ, രാവിലെ വന്നാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ചയുണ്ടല്ലോ. അപ്പോൾ മനോഹരമായിട്ട് ചെയ്യാം. ശരിയല്ല. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈ മുടിക്ക് കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ. എല്ലാവരും കൂടെ എൻ്റെ മുടിനെ കുറ്റം പറയുന്നു കേട്ടോ എന്നൊക്കെ ചിലത് പറയും. ഇതിന് ഞാൻ പറയണതെല്ലാം ഉള്ള സത്യം പറയണതാ. ഈ മുടിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറ്റമൊന്നും പറയാനില്ല. പക്ഷെ കൊച്ച് കരാട്ടിൻ ചെയ്തിട്ട് പോവുക. കരാട്ടിൻ നോ കെമിക്കലാണ്. കൊച്ച് പുറത്താണ്. അപ്പം മെയിൻ്റനൻസും ഒരു ഭയങ്കര സ്റ്റൈലിൽ കിടന്നോളും. ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ആള് മാറും. മേക്ക് ഓവറിൻ്റെ ഒരു 90% ഓക്കെ ആവും. പിന്നെ നമുക്ക് ഹെയർ മേക്ക് ഓവർ നമ്മളെ ആളെ മാറ്റിമറിക്കും. ഏറ്റവും അധികം ആളെ മാറ്റിമറിക്കണം ഹെയർ മേക്ക് ഓവറിലാട്ടോ. അപ്പോൾ ബാക്കി ഡ്രസ്സിങ്, ഓർണമെന്റ്സ് ഇതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതിപ്പോൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോക്കടെ എങ്ങനെ നല്ല മുടിയാ. പിന്നെ അവൾ നന്നായിട്ട് പരിപാലിക്കൂട്ടെ. പുറത്താകിലും ഇടയ്ക്ക് പോയി സ്പാ ചെയ്യും. ഇവിടെ വന്നതിന് മുമ്പ് എന്തോ കരാട്ടിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെയൊക്കെ നന്നായിട്ട് പരിപാലിക്കുകയൊക്കെ ചെയ്യും ആശാത്തി. നന്നായിട്ട് D3 ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ഇങ്ങനെ മുടി പരിപാലിക്കണം. നമുക്ക് മുടി നേരത്തെ മുടി അല്ലാണ്ട് വന്നിട്ട് ഇങ്ങനെ പരിപാലനമായിപ്പിനെ ഒത്തിരി നന്നായില്ലേ. അപ്പം ഒത്തിരി നന്നായിട്ടാണ് മുടി ഇരുന്നത്. അപ്പോൾ നമ്മൾ ആ കൊച്ചിൻ്റെ പരിപാലനത്തിൻ്റെ കാണും. ഇപ്പം കണ്ടില്ല, ആദ്യത്തെ കാലം ഇങ്ങനെ നേരെ ഇങ്ങനെ ചെറിയൊരിതും നേരെ എന്ത് രസം. നാച്ചുറലായിട്ട് ചെറിയ വളമുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് മനോഹരമായില്ലേ. അപ്പോൾ മുടി ഇങ്ങനെ പരിപാലിച്ചിടുക. മുടി പരിപാലിച്ച് അശാത്തി നന്നായിട്ട് കഷ്ടപ്പെടും കേട്ടോ. ഡ്രയറിൽ തണുപ്പത്ത് തന്നെ ഇട്ട് തണുത്ത നാട്ടിൽ ചെന്നിട്ട് ഉണക്കണത്. ഞാനൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ചൂടിടും. ഉച്ചത് അങ്ങനെ പോലും മുടീനെ വിഷമിപ്പിക്കില്ല. അത്രമാത്രം നന്നായിട്ട് പരിപാലിക്കണ ആളാണ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യണം. മൾട്ടി വിറ്റാമിൻ കഴിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മുടി ഇതിപ്പോൾ ഒത്തിരി സോഫ്റ്റായി ചുമ്മാ ഇങ്ങനെ ഇട്ട് കുളിക്കാൻ മതി. കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. മുടിയുടെ കൈകൊണ്ട് കാണിച്ചാൽ മതിയെങ്കിൽ ഇങ്ങനെയൊന്ന് ഇടയ്ക്ക് ചെയ്യണം. നല്ലതായിട്ട് രക്തോട്ടം ഇങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട്. ഈ ആണുങ്ങളെ അങ്ങനെയല്ലേ പറയണേ. ഇങ്ങനെ ആണുങ്ങളെപ്പോഴും ഇങ്ങനെ പണ്ടൊക്കെ എപ്പോഴും ഒരു റൗണ്ട് ടീപ്പിലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഒരു മുടി ചീക്കൊണ്ടിരുന്നപ്പോൾ അവർക്കൊക്കെ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം തൊട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങിയ പിന്നെ മുടി എപ്പോഴും കഷണ്ടിയൊക്കെ വന്ന്
ഇങ്ങനെ പറയണം. ലോറിയലിൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ വീശ താടിയൊന്നുമില്ല. ഇപ്പം മസാജിങ് അതുപോലെ മുടി പണ്ടൊക്കെ പേൻ ചെയ്യാൻ ഇങ്ങനെ ചീക്കോട്ടിരുന്നപ്പോൾ തല നിറച്ച് മുടിയായിരുന്നു. രക്തോട്ടം ഓടുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്ന് ഇടയ്ക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ചെയ്യാനുള്ളവർ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായില്ല. ഇതുപോലെ മനോഹരമായിട്ട് ചെയ്തുതരാം. പെട്ടെന്നെങ്കിൽ പോരെ. ഇത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്തേക്കണേ. ശരി എന്നാൽ ഈ മോക്കട ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഈ മോക്കട മുടി ഇപ്പം കാണുമ്പോൾ നല്ല രസമുള്ള മുടിയാട്ടോ. ഈ ചെട പിടിക്കണ മുടി അത് എൻ്റെ കൈയൊക്കെ തൂങ്ങിക്കിടക്കും. അപ്പോൾ കൊച്ചു പുറത്തായിട്ട് പഠിക്കാൻ പോവുക. അപ്പോൾ ഇത് ഇപ്പം ഈ പ്രായത്തിൽ ഇതൊക്കെ ചെട പിടിക്കുന്ന ഡ്രൈനെസ് നമുക്ക് ഉള്ളി വന്നിട്ടാട്ടോ. നമ്മുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം. മൾട്ടി വിറ്റാമിൻ ഗുളി കഴിക്കുക, പച്ച കളറുള്ള ഫുഡ് കഴിക്കുക, ഉള്ളു മോയ്സ്ചറൈസിങ് ചെയ്യുക, നല്ല ജ്യൂസുകൾ കുടിക്കുക, ആരോഗ്യത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുക, മുട്ട കഴിക്കുക, പച്ച കളറുള്ള ഫുഡ് കഴിക്കുക. അപ്പം ഇപ്പം തിളങ്ങേണ്ട പ്രായമാണ്, രക്തം തിളച്ച് തിളങ്ങേണ്ട പ്രായമാണ്. പക്ഷേ ഇപ്പോഴത്തെ എല്ലാ പിള്ളേർക്കും ഈ മോക്കട പൊട്ടലൊന്നും ഇപ്പോൾ ഷാമ്പൂ ഇട്ട് കഴിയാൻ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഫ്രഷ്നെസ് അറിയുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര ഒഴുകി കിടക്കും. ഇത് കരാട്ടിനങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് യേശുവിൻ്റെ കൃപയാൽ അങ്ങനെ കൈ എടുക്കാൻ തോന്നാത്ത പോലെ ഒഴുകി കിടക്കും. പിന്നെ പറഞ്ഞ പോലെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിനും കഴിച്ചാൽ തലേന്ന് ഭയങ്കരമായിട്ട് മുടി ഉണ്ടാവും കേട്ടോ. കനം പോലെ തന്നെ ഉണ്ടാവുകയും. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറും കഴിഞ്ഞ് പരസ്യത്തിന് അങ്ങനെ പോലെ ആയില്ല. ഇതിങ്ങോട്ട് നോക്കിക്കേ, കണ്ട ഇത് ഈ മുടിയെ ചെയ്യണതിന് മുമ്പേ സൂപ്പറായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെടയായിരുന്നു. പക്ഷെ ഇതിങ്ങനെ സോഫ്റ്റായി. ഇത് കരാട്ടിൻ തന്നെയായിട്ട് ചെയ്തേക്കണത്. കരാട്ടിൻ ബയോട്ടാനിസ് ആണ് ചെയ്തേക്കണത്. നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ്. ഒത്തിരി കെമിക്കൽ ഫ്രീ ആണെന്ന് അവർ പറഞ്ഞത്. കെമിക്കലേ ഇല്ലെന്ന് പറഞ്ഞാൽ ഇതൊരു കവറിങ് ആണ്. 40 വാഷ് ചെയ്യുമ്പോൾ നോർമലാവും. പക്ഷേ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് 5-8 മാസം കഴിഞ്ഞിട്ടാട്ടോ കരാട്ടിൻകാരെല്ലാം റീഅടിക്കാൻ വന്നേ. ആ 8 മാസം കഴിഞ്ഞിട്ടും വലിയ വ്യത്യാസം ഇല്ലാണ്ട് നല്ല ഭയങ്കര ചുരുണ്ട മുടിക്കാർക്ക് ഒരു വേഴ്സ് പോലെ ഒക്കെ വന്നുള്ളൂ. ഭയങ്കര ലുക്കിൽ കിടക്കുന്നുണ്ട്. ഇനി ആഫ്റ്റർ കെയറുടെ ഈ മോളൊക്കെ പുറത്തേട്ട് പഠിക്കാൻ പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മുടി ഇങ്ങനെ ചെട പിടിക്കണം അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. ആഫ്റ്റർ കെയർ പക്ഷേ യൂസ് ചെയ്യണം കേട്ടോ, നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ ലോ ക്ലാസ് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്താൽ മുടിക്ക് കംപ്ലൈൻറ്റ് വരും. അങ്ങനെയല്ല, അതിങ്ങനെ ഇങ്ങനെ കാരം ഉണ്ടെന്നല്ല പറയണത് ലോ ക്ലാസ്സിൽ. അതിങ്ങനെ മുടിയുടെ കവറിങ്ങിനെയൊക്കെ കളയും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. പിന്നെ നല്ല പച്ചക്കളറുള്ള ഫുഡ്, മുട്ട ഇതൊക്കെ കഴിച്ച് ആരോഗ്യം വയ്ക്കണം. അത് കൂടാണ്ട് ബയോട്ടിൻ, മുടിയുടെ ഇത് സിങ്കോവൈറ്റ് ഇതൊക്കെ മാറി മാറി കഴിച്ച് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആരോഗ്യമാണ് സ്കിന്നും മുടിയുടെ ഒക്കെ. അത് ഭയങ്കര ഇതാട്ടോ. ആരോഗ്യത്തിനാണ് ഫുഡ് കഴിക്കുക, നന്നായിട്ട് നല്ല ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക, വെള്ളം കുടിക്കുക. വെള്ളം ഒത്തിരി കുടിക്കണം കേട്ടോ. മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും. അപ്പം ഇഷ്ടപ്പെട്ടോ? അപ്പം അങ്ങോട്ട് നോക്കിയാൽ പറഞ്ഞത് എന്നാ പറഞ്ഞത് നിങ്ങൾ അറിയില്ലല്ലോ. ഇഷ്ടപ്പെട്ടു എന്നാട്ടോ കൊച്ചു പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ഉള്ളവരിങ്ങനെ വേഗം ഇങ്ങോട്ട് ചെയ്യാൻ വന്നേരെ. ശരി എന്നാൽ ഈ മോള് ഹെയർ മേക്ക് ഓവർ ചെയ്യാൻ വന്നേക്കണെയാണ്. കരാട്ടിനാണ് കേട്ടോ ചെയ്യാൻ പോണേ. നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഹെയർ ലൈസിങ് ചെയ്താൽ. പക്ഷേ ഇപ്പോൾ കരാട്ടിനാണ്. അപ്പോൾ ഒത്തിരി പേര് കരാട്ടിനാ തിരഞ്ഞെടുക്കണേ മുടി. പിന്നെ ഈ കരാട്ടിന് ആദ്യം മുതൽ വെർജിൻ ഹെയറിൽ കരാട്ടിൻ ചെയ്ത് തുടങ്ങുമെങ്കിൽ ഗുണം എന്നാന്ന് വെച്ചാൽ എങ്ങനെ ഈ കുറച്ച് കഴിയുമ്പോൾ നോർമലാകും. ആ മുടിക്ക് വ്യത്യാസം വരില്ല. ഇത് സ്മൂത്തനിങ്ങോ ഹെയർ ലൈസിങ്ങോ ഒക്കെ ചെയ്ത മുടിയിലാകുമ്പോൾ കരാട്ടിൻ ചെയ്തത് കുറേ നാൾ കഴിയുമ്പോൾ ആ സ്മൂത്തനിങ് ചെയ്ത മുടി അതുപോലെ കിടക്കും. കരാട്ടിൻ ചെയ്തത് നോർമലിയിട്ട് വരും. ഒരു 5-6-7 മാസം ആകുമ്പോഴത്തേനും നോർമലിയിട്ട് വരും. അപ്പം ഫുൾ കരാട്ടിൻ ചെയ്യണയാണ് കൂടുതൽ. ഇച്ചിരി കാശ് കൂടുതലാകും എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷേ എപ്പോഴും നമുക്ക് ഈ 2 ചേഞ്ച് വരാണ്ടിരിക്കും. കരാട്ടിനും ഗുണം കൂടുതലാണ്. മുടി ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റതാണെങ്കിൽ ചുരുണ്ട മുടിക്ക് മസ്റ്റായിട്ട് കരാട്ടിനാട്ടോ നല്ലത്. ഒന്നാമതെ ചുരുണ്ട മുടി എന്ന് പറയുമ്പോൾ ഫ്രസ്സി ആയിട്ടല്ലോ ചുരുണ്ട് പോണത്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് 2 പ്രാവശ്യം ഹെയർ ലാക്സിങ് ചെയ്തു. പിന്നെ ഇതോടെ കരാട്ടും ചെയ്തു. ഹെയർ ലാക്സിങ് ചെയ്യുന്നതിന് കുഴപ്പമില്ലായിരുന്നു. ആശാത്തി കളർ ചെയ്തപ്പോൾ ഈ ചുമ്മാ ഇങ്ങനെ ബ്രാൻഡഡ് കമ്പനി യൂസ് ചെയ്തില്ല. ലോറിയലോ ഷോസ്കോപ്പോ യൂസ് ചെയ്യണം. അല്ലാണ്ട് ഒത്തിരി ഇങ്ങനെ കളർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വല്ല ബ്രാൻഡഡ് വേണം. ഏത് കളർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കളറിൻ്റെ കാര്യം വേണം, വൈറ്റ് ഹെയറിന്. അത് നമ്മൾ ബ്രാൻഡഡ് യൂസ് ചെയ്തില്ലെങ്കിൽ മുടി ഫ്രസ്സി ആകും. മുടി പൊള്ളണ പോലെ വരും, ഇങ്ങനെ കൊമളച്ച്.
അപ്പോൾ ഇതിൻ്റെ അത് പ്രത്യേകം അറിയാം, മേളത്തെ മുടിക്കാതെ ഉള്ളിയിട്ട് അകത്തായിട്ടുള്ള മുടി സോഫ്റ്റാണ്. അപ്പോൾ കരാട്ടിൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കരാട്ടിൻ ചെയ്തു. പിന്നെ ഏറ്റവും ആദ്യം വന്നപ്പോൾ ഇതിനുള്ള എൻ്റെ ഒരു ഇരട്ടി ഉള്ളി മുടിക്ക് വെച്ചു കേട്ടോ. കാരണം ഞാൻ ഇതിനെ ഇങ്ങനെ 1 വർഷം മുമ്പല്ലായിരുന്നു മോളെ ആദ്യം ചെയ്യാൻ വന്നേ. 1 വർഷം മുമ്പാണ് ഈ കൊച്ചു ആദ്യം ചെയ്യാൻ വന്നത്. അത് മുടി ഇരട്ടി തിക്നെസ് ദൈവകൃപയാലത് കേട്ടോ. നല്ല അന്നത്തെ വീഡിയോ ഒന്ന് തപ്പിയെടുത്തെങ്കിൽ ഫേസ്ബുക്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കൊച്ചു തന്നെ വേണമായിരിക്കും. അതിൻ്റെ ഡ്രസ്സും എല്ലാവരെയും പുറകെ മുഖം കാണിച്ചാൽ ആളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അന്നത്തെ വീഡിയോ കണ്ടുപിടിച്ചെങ്കിൽ ഞെട്ടിപ്പോവും. ഇതുണ്ട്, ഈ മുടിയുടെ പുറം ഒരു പൊട്ടലധികം ഉണ്ട്. ഈ ഉള്ളിയിട്ട് നല്ല ഇതിലാണ് അത് ആ കളർ ചെയ്യണതിൻ്റെ ആ ഡിഫറൻസ് അറിയാൻ പറ്റും നമുക്ക്. ഉള്ളിലത്തെ മുടിക്ക് കൂടുതൽ ഗ്ലോ ഉണ്ടാവും. പുറമേ ഉള്ളത് അപ്പടി ഇങ്ങനെ നല്ല പരുപരൂന്നാണ്. അപ്പോൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിക്സ് ആട്ടോ ചെയ്തേക്കണേ. മുടിക്കുക കൊച്ച് എല്ലാ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യും കേട്ടോ. മൾട്ടി വിറ്റാമിൻ കഴിക്കണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ അതിൽ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നിറച്ച് ഇവിടെയൊക്കെ നിറച്ച് തിക്കായി. ഇതൊരു സന്തോഷമാട്ടോ നമുക്ക്. ഇങ്ങനെ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് കേട്ട് അതൊക്കെ അനുസരിച്ച് ആ മുടിയൊക്കെ നന്നായിട്ട് പരിപാലിച്ച് പണ്ടത്തെ പണ്ട് ഈ മുടിക്ക് ഭയങ്കര ഉള്ളായിരിക്കും എന്ന് കണ്ടറിയാവുന്ന മുടിയാണ്. അപ്പം ആ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഫ്രണ്ടും ഒക്കെ നിറച്ച് കൊച്ച മുടിയായി. അതൊരു നമുക്ക് ഇവിടെ വരുന്ന റീഅടിക്കാൻ വരുന്ന എല്ലാവർക്കും നിറച്ച് മുടിയുണ്ട്. മിക്കവരും എല്ലാ കാര്യവും കേൾക്കൂല. ഒന്നിലേ മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കില്ല, അല്ലെങ്കിൽ ആഫ്റ്റർ കെയർ കഷ്ടപ്പെട്ട് വല്ലപ്പോഴും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ എന്തായാലും ഒരു ഷാമ്പു യൂസ് ചെയ്യണം നമ്മുടെ തല കഴുകാൻ. പിന്നെ നമ്മൾ ഇടയ്ക്ക് സ്പാ ചെയ്ത് കൊടുക്കണം. കാരണം എണ്ണ തേക്കാത്തതായിട്ട് എണ്ണ തേക്കണില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഒത്തിരി വലുതാണ്. അപ്പോൾ ഇത് നമ്മൾ പറയണ പോലെ തന്നെ കേൾക്കണം. അപ്പോൾ ആ ഷാമ്പു എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറിൻ്റെ ഷാമ്പു. അപ്പോൾ വേറെ ഷാമ്പു പറ്റൂല. അപ്പോൾ അല്ലെങ്കിൽ കരാട്ടിൻ്റെ ഷാമ്പു ഇത് തന്നെ ഈ കമ്പനിയുടെ തന്നെ യൂസ് ചെയ്താലാണ് അതിൻ്റെ ആ മനോഹാരിത കിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് നോക്കിയിട്ട് പറ. ഈ മോക്കടെ പണ്ടത്തെ മോച്ചായ ഒത്തിരി വ്യത്യാസമായിട്ടോ. ഏറ്റവും ആദ്യം ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞു ഓഫീസിലുള്ള ജോലിക്കാരി ഓഫീസിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഭയങ്കര നമ്മൾ അത്ഭുതപ്പെട്ടു പോണ ചേഞ്ച്. ഹെയർ മേക്ക് ഓവറിന് ഇങ്ങനെ നമ്മൾ ആദ്യം കണ്ട ആളേ അല്ലായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡിഫറൻസ് വന്നു. ഹെയർ മേക്ക് ഓവർ ഒരു മനുഷ്യനെ മാറ്റിമറിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ളവരെല്ലാവരും യേശുവിൻ്റെ കൃപയാലിങ്ങി പോലെ അതിമനോഹരമായിട്ട് ചെയ്തു തരാം. ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. കരാട്ടിനാട്ടോ ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിക്സ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ് വെയിറ്റ് ചെയ്യുക. ഈ മുടി ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ഡ്രൈയാണ്. അത് കാരണമാണ് കരാട്ടിൻ ചെയ്ത് തരുന്നത്. മുടി ഇങ്ങനെ നമുക്ക് കരാട്ടിൻ ചെയ്തിട്ടാൽ പിന്നെ മുടിയുടെ മേക്ക് ഓവർ നമ്മൾ എന്നെ കോൺഫിഡൻസ് കൂട്ടുമെന്നറിയാം. നമുക്ക് മുടി അങ്ങനെ സ്റ്റൈലിൽ കിടക്കുമ്പോൾ ആൾ മാറിയ പോലെയാകും. അതാണല്ലോ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇനി കുറേ കഴിയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യും. അപ്പം അതിമനോഹരമായ കാഴ്ചയാണ് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. കരാട്ടി എന്ന് പറഞ്ഞാൽ ഒരു കവറിങ്ങേ ഉള്ളൂ. അതിൻ്റെ ആഫ്റ്റർ കെയർ കൊണ്ട് തന്നെ കഴുകണം. അല്ലാണ്ട് ഒത്തിരി ഇങ്ങനെ സൾഫൈഡ് ഫ്രീ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യണം. എന്നാലാണ് അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യുള്ളൂ. ആഴ്ചയിൽ 2 ദിവസമൊക്കെ കഴിയാൽ മതി. നമ്മൾ എണ്ണ തേക്കടില്ലാത്ത കാരണം സ്പാ മസ്റ്റായിട്ട് തലയിൽ ചെയ്യണം. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇത് നമ്മൾ കരാട്ടിനാട്ട് ചെയ്തേക്കണേ. ഇങ്ങനെ എൻ്റെ കൂട്ടൊക്കെ മുടിയ ഒരു അരമണിക്കൂർ വേണം ഡ്രയർ വെച്ചാൽ. ഈ ഒരു മുടിക്ക് 7 മുടിയുടെ കട്ടിന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ അങ്ങനത്തെയാണ്. അങ്ങനത്തെ മുടി നേരത്തെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. നേരത്തെ നരക്കുന്നൊക്കെ പണ്ട് പറയാമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഡ്രൈനെസ് വന്നത് തന്നെ നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉള്ള ഹെയറിലൊക്കെയാണ് സ്കിന്നിലും ഒക്കെയാണ് ഡ്രൈനെസ് വന്നത്. അപ്പോൾ നമ്മൾ അത് കാരണം നരയ്ക്കണം. അതൊക്കെ ഇപ്പോഴല്ലേ. പിന്നെ D3 കുറവ് ഇതൊക്കെ വലിയ പ്രോബ്ലം. ഹെൽത്താണ് ഈ നരയുടെ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ ഈ പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഇപ്പോഴൊക്കെ അതിനൊക്കെ സയൻസ് പരമായിട്ട് ചിന്തിക്കണം. ഡോക്ടർമാരെ കാണണം. ഈ മോക്കടെ മുടി തിക്നെസ് ഒക്കെ ഉണ്ട്. ഈ താഴത്തേട്ട് തിക്നെസ് അവരുടെ കട്ടിങ്ങിൻ്റെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്താൽ കേട്ടോ. കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് മുട്ടില്ലാണ്ട് കട്ട് ചെയ്തേക്കാം. മേളൊക്കെ നല്ല തിക്നെസ് ഉള്ള കയറാം. ഇപ്പം ഡ്രൈനെസ് ഒന്നുമില്ല. അത് ഇങ്ങനെ പിടിക്കണ വഴി ഒഴുകി കിടക്കുക. ഇനി ഇങ്ങനെ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്താൽ 1 വർഷത്തിലൊരിക്കൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർക്ക് കരാട്ടിൻ ചെയ്താൽ മതി. പിന്നെ ഇനി പെട്ടെന്ന് നമുക്ക് ഫങ്ഷൻ ഉണ്ടെങ്കിൽ 7-8 മാസം കൂടുതലൊക്കെ നീ അടിക്കാം. അല്ലെങ്കിൽ നമുക്ക് 1 വർഷത്തിലൊരിക്കൽ ഇതൊക്കെ ചെയ്ത് നമുക്ക്
നോക്കിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ നമുക്ക് കിടന്നോളൂ. ആഫ്റ്റർ കെയറും ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്താൽ മൾട്ടി വിറ്റാമിൻ ചെയ്താൽ നമുക്ക് ഇത് കഴുകുമ്പോൾ നോർമലിലേക്കല്ലേ വരുള്ളൂ. പിന്നെ തെറുത്ത് വന്നിട്ട് ഇങ്ങനെ പൊങ്ങൊന്നും നിൽക്കില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയില്ല. ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ പയ്യെ ഒരു ചെറിയ വളവൊക്കെ വരും. പിന്നെ ഇച്ചിരി ഒരു ചെറിയ വേഴ്സ് പോലെ വളവൊക്കെ വരും. അങ്ങനെ വന്ന് നോർമലിലേക്ക് വരുള്ളൂ. പണ്ടത്തെ നോർമൽ അത്രയും അങ്ങനെ വരില്ല. അപ്പോൾ അതിനുവെച്ചാൽ നമ്മൾ ആഫ്റ്റർ കെയറും ഹൈ ഇതെല്ലാം കൊടുക്കണത്. എണ്ണ തേക്കരുത്. ഇതിന് തലയിടയ്ക്ക് സ്പാ ഒക്കെ ചെയ്യാൻ ഒരു രക്ഷയുണ്ടാവില്ല. തലയ്ക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോൾ സ്പാ ചെയ്യാൻ നിവൃത്തിയില്ല. പിന്നെ ഷാമ്പൂ സിറമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇത് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ? ആ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കേശുവിൻ്റെ കൃപയാൽ ഇത് ഇത്രയും മനോഹരമായില്ലേ. ഈ മേലെ ഇങ്ങനെ നല്ല നല്ല പെട്ടെന്ന് നീളവും ഇത് നല്ല തിക്കായിട്ട് ഇവിടെ. അത് ശരിക്കും തിക്നെസ് ഇത് മതി കേട്ടോ. തിക്ക മുടിയാണ്. ഞാൻ നീ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ വരുമ്പോൾ വെട്ടി തന്നോളാം, ഈ വെട്ട് വേണ്ടാന്ന് എന്നിട്ട് കടിച്ചു കുറച്ച് വെച്ചേക്കണം പോലെ വെട്ടി വെച്ചേക്കോ. അതിൻ്റെ അപ്പോൾ ശരി. എന്നാൽ അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം ഇനി പോരെ. ഇപ്പോൾ ഈ കരാട്ടിൻ ബയോ ഞാൻ ചെയ്തേക്കണ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാൻസ് ആട്ടോ. ഇതിന് ഭയങ്കര എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. ഇത് ചെയ്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ ആ പരിസരത്തു നിന്നുള്ള ഒരാൾ പിന്നെ വരുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. റീഅടിക്കാനും ഇതിന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോരെ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കരാട്ടിനിൽ ഉള്ളതാണ് ഇതെല്ലാം. നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ. ഇത് നമ്മുടെ ഏറ്റവും അപ്ഡേറ്റ് പ്രൊഡക്റ്റാണ്. ഏറ്റവും നല്ലൊരു റിസൾട്ട് വരുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, അയ്യോ കഴുകി കഴിയുമ്പോൾ പഴയ പോലെ ആവുമോ? അങ്ങനെയൊന്നും ആവൂല. കഴുകി കഴിയുമ്പോൾ ഇപ്പോൾ കഴുകി ചുമ്മാ ഡ്രൈവർ വെച്ച് ഉണക്കിയിട്ടല്ലേ ഉള്ളൂ. അത് കുറേ കഴിയുക. പിന്നെ കണ്ട ബ്ലീച്ചിട്ട ഇങ്ങനെ ഇപ്പോൾ വീഗാലാൻഡിലൊക്കെ പോയി ചാടിയ മുടി പെട്ടെന്ന് ബ്ലീച്ച് വെള്ളം. അപ്പോൾ കെമിക്കലല്ലേ. അപ്പം മുടിയിൽ ചെയ്തേക്കണ കരാട്ടിന് കവറിങ്ങിന് കുറഞ്ഞു പോകും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. അങ്ങനെ കണ്ട വെള്ളത്തിലൊന്നും പോയി ചാടരുത്. ആഴ്ചയിൽ 2 ദിവസമൊക്കെ തല കഴുകുക നമ്മൾ പറഞ്ഞേക്കണ പോലെ. അപ്പോൾ ഇങ്ങനെ 5-8 മാസം എന്നെയായാലും കിട്ടും. 40 മാസമായിട്ടോ അവർ പറയണത്. അപ്പോൾ ശരി എന്നാൽ.